ഹലോ ഗായ്സ്, ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിൽ മാസ്റ്റർ ഷെഫ് മിസ്റ്റർ പ്രണവ് ശ്രീധരൻ എൻ്റെ അസിസ്റ്റൻറ്റ് മിസ് രേഷ്മ അനിൽകുമാർ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കഴുകാനായിട്ട് എടുത്തു. പ്രണവണ്ണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഞാനപ്പോൾ സൈഡിൽ സവോള അരിയുന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ കറി വെക്കുന്ന പരിപാടി പ്രണവൻ്റെ ആയതുകൊണ്ട് തന്നെ പുള്ളി പരിപാടിയിലേക്ക് കടന്നു. ആദ്യം തന്നെ ചിക്കൻ കുക്കറിലിട്ട് പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്, അത് നമ്മൾ വഴിയെ കാണും അതെന്തിനാണ് അങ്ങനെ വേവിച്ചതെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, സവോള ഇട്ടു, അങ്ങനെ എല്ലാം ചെയ്തു, ഇളക്കി വഴട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും വഴട്ടാനൊക്കെ കൂടുന്നുണ്ട്, കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആണല്ലോ, ഹെൽപ്പ് ചെയ്യാൻ കയറണമല്ലോ. അപ്പോൾ ഞാൻ സൈഡിൽ പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം നന്നായിട്ട് അരച്ച് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി എറണാകുളത്ത് താമസിക്കുന്ന ഒരു വീടാണ്, അപ്പോൾ അതിൻ്റെ സ്ഥലപരിമിതികളൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളത് എല്ലാം അരച്ചെടുത്ത സാധനമൊക്കെ ആ സവോളയിലേക്ക് ചേർത്ത് പിന്നെയും എഗെയിൻ വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്. വഴട്ടലാണ് ഇതിൻ്റെ മെയിൻ. നന്നായിട്ട് വഴട്ടിയെടുക്കണം. പ്രണോടൻ പറയുന്നുണ്ടായിരുന്നു എന്തോ പെപ്പർ ചിക്കൻ ആണോ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് നന്നായിട്ട് വഴട്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മറ്റേ ആ ഒരു റീലിനകത്തൊക്കെ കാണത്തില്ല, ഉപ്പൊക്കെ ഇടുന്ന കൂട്ട്, അതുകൂട്ട് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വഴട്ടുന്നു, അത് കഴിഞ്ഞ് മാറിയിട്ട് പ്രണവേട്ടൻ വഴട്ടുന്നു. അങ്ങനെ വഴട്ടി ഒരു സമയമായി. ഇനി നമ്മൾ പൊടികൾ ചേർക്കാനുള്ള ടൈമായി. അതിന് മുമ്പ് തക്കാളി ഇട്ടു കേട്ടോ, തക്കാളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് സവോള വഴട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിനി പൊടികൾ ചേർക്കണം. ആദ്യം തന്നെ ചിക്കൻ മസാലയാണ് നമ്മൾ ഇടുന്നത്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങി വെച്ചാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞ് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഇനിയും നമ്മുടെ പൗഡറുകൾ ഇടാനുണ്ട്. അത് കഴിഞ്ഞ് മുളക് പൊടിയാണ് ഇട്ടത്. മുളക് പൊടി ഇട്ടു, അതും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി. കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി അത്യാവശ്യം ഇട്ടിട്ട് അത് ആദ്യം ഇട്ടിട്ട് പോരാന്ന് തോന്നിയിട്ട് പിന്നെ ഇട്ടു, കാരണം നമ്മളിത് പെപ്പർ ചിക്കൻ ആണല്ലോ, അപ്പോൾ കുറച്ച് പെപ്പറും മുന്നിൽ നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെപ്പർ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് അത് വഴട്ടി. ഇത് നന്നായിട്ട് വഴട്ടിക്കൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് പ്രണോട്ടൻ പറഞ്ഞത്. അപ്പം നമ്മൾ നന്നായിട്ടത് വഴട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ ചിക്കൻ ഓൾറെഡി വേവുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തു, നമ്മളതിൻ്റെ വിസിലെല്ലാം കളഞ്ഞ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട്, എന്തിനായിരുന്നു നമ്മൾ ആദ്യം പെപ്പറൊക്കെ ഇട്ട് സോൾട്ടൊക്കെ ഇട്ട് ആ ചിക്കൻ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കണ്ടോ, ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സൂപ്പിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മളിത് ഈ ചിക്കൻ മാറ്റി ആ കറിക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ബാക്കി ആ സ്റ്റോക്കിങ്സ് നമ്മളെന്താണ് സൂപ്പായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണുന്നുള്ളൂ, പക്ഷെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ പെപ്പറൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നമുക്കിതിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനത് വിചാരിച്ചു ഇത് ഭയങ്കര ടേസ്റ്റൊന്നും വരില്ലായിരിക്കും. പക്ഷേ അത് കുടിച്ച് നോക്കിയപ്പം അപാര ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, ഇപ്പുറത്തെ നമ്മുടെ ചിക്കൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂപ്പിലേക്ക് വഴിതെറ്റി പോകരുത്. നമ്മളിവിടെ ചിക്കൻ നന്നായിട്ട് അതിൻ്റെ ഗ്രേവി നന്നായിട്ട് വഴട്ടി അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ചിലവ് വരത്തില്ല. നമുക്ക് ഓൾറെഡി ഗ്യാസ് തീരാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെൻഷനടിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്നും കൂടെ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കണം. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാലും നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് വേവിക്കണം, കാരണം ആ ഗ്രേവി ആയിട്ടൊക്കെ നമ്മുടെ ചിക്കൻ നല്ല മിക്സായിട്ട് വരണമല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് ഇളക്കി നമ്മൾ യോജിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇനി യോജിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഇത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിന് വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സൂപ്പ് കുടിക്കാൻ പോകുമ്പോൾ ആദ്യം പ്രണവേട്ടനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പ്രണവേട്ടൻ ടേസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പോലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇതെങ്ങനെയാണ് വെറുതെ പെപ്പറും ഉപ്പും ഒക്കെ ഇട്ട് ചിക്കൻ വേവിച്ചെടുത്ത് ഇത്ര ടേസ്റ്റ് വരികയെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നു, എൻ്റെ പോനെ അത് ഭയങ്കര ടേസ്റ്റ്. നമ്മൾ നോർമലി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ സൂപ്പ് കുടിക്കത്തില്ല, അതുപോലത്തെ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രണവിനോട് പറയുകയും ചെയ്തു, ഇതിനകത്ത് ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിരുന്നത് കറക്റ്റ് സൂപ്പായിട്ട് കുടിക്കാമായിരുന്നെന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടപ്പൊക്കെ തുറന്നു നോക്കി,
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതൊരു മെയിൻ ആയിട്ട് കേട്ടോ. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഇതെനിക്ക് ആക്ച്വലി അച്ഛൻ പറഞ്ഞു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വെളിച്ചെണ്ണയും ഒഴിച്ചു, പിന്നെ മല്ലിയിലയാണെന്ന് തോന്നുന്നു, മല്ലിയില ഇട്ടു, കൂട്ടത്തിൽ കറിവേപ്പില ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി കുറച്ച് നേരം കൊണ്ട് വെക്കാം. അപ്പോൾ അടുത്ത നമുക്കിതിൻ്റെ ചിക്കൻ മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പം നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കണം. ഇത് നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചതാണ്, കാരണം ഇനി മെനക്കെട്ട് ഗോതമ്പൊക്കെ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി വരാനൊക്കെ ടൈം എടുക്കുള്ളൂ. ഞങ്ങൾക്ക് അധികം സമയമില്ലായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ട് ചെന്ന ദിവസമാണ് ഇത് വെച്ചത്. ഓക്കെ, അപ്പം നമ്മൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കരിഞ്ഞു പോയോ എന്നൊരു സംശയം, അതൊന്നും കരിയാക്കണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുള്ള മെയിൻ പരിപാടിയാണ് പാത്രം കഴുകൽ. അത് ഈ കുക്കറൊക്കെ കഴുകാൻ ഭയങ്കര പാടാന്നേ. അപ്പോൾ ഇനി നമ്മളിതെല്ലാം ഞാൻ കുക്കർ കഴുകി, മിക്സി കഴുകി, എല്ലാം കഴുകി. അപ്പോൾ നമുക്കവിടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പ്രണോനെ തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ആ കാണാൻ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നമ്പൂരി കുളിച്ചിട്ടൊക്കെ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് വന്ന് ചിക്കൻ കറി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന്, ഞങ്ങൾ തറയിലിരുന്ന് കേട്ടോ കഴിക്കണേ. ഞങ്ങൾക്ക് അവിടെ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കസേരകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തറയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സോറി നമ്മളന്ന് നാട്ടിൽ നിന്ന് വന്നല്ല, നമ്മളന്ന് കല്യാണം വിളിക്കാൻ പോയെന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്. അപ്പോൾ അതുപോലെ കോട്ടയത്തു നിന്ന് വന്ന ദിവസത്തെയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ ചപ്പാത്തി എടുത്തു, ചിക്കൻ കറി എടുത്തു. ഞാൻ പ്രണോനോട് പറയാമായിരുന്നു ഇത് ഇട്ട് വന്നപ്പോഴേ കറക്റ്റ് ഒരു ചന്ദനക്കുരയൊക്കെ തൊട്ട് വന്നിട്ട് ഒരു നമ്പൂതിരി ലുക്ക്, ഒരു നമ്പൂതിരി ഇരുന്ന് ചിക്കൻ കറി തിന്നുന്നു എന്ന് ഞാനന്ന് കളിയാക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഒരു പീസ് ചപ്പാത്തി എടുത്തു, ചിക്കൻ കറിയിൽ മിക്സ് ചെയ്ത് നന്നായി. ഞാൻ പെപ്പർ ചിക്കനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തിന് ഭയങ്കര എരിവായിരിക്കുമെന്ന്, പക്ഷെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഷെഫ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നോക്കിയിട്ട് ഷെഫിന് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഷെഫല്ലല്ലോ പക്ഷെ പറയണ്ട, ഷെഫ് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷെഫ് തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അടുത്തത് ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു, സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.